ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC Plus. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് PSC ബുള്ളറ്റിൻ്റെ വിശേഷാൽ പതിപ്പായ 10,000 GK എന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ഇന്ന് നമുക്ക് 4100 മുതൽ 4200 വരെയുള്ള ചോദ്യോത്തരങ്ങൾ പഠിക്കാം. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയുടെ പേര് ദേവസം. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയുടെ പേര് ദേവസം. ഡ്രാക്കുള നോവലിന് പശ്ചാത്തലമായ കാർപാത്തിയൻ മലനിരകൾ ഏത് രാജ്യത്താണ്? റൊമാനിയ, സ്ലോവാക്യ, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ. ഡ്രാക്കുള നോവലിന് പശ്ചാത്തലമായ കാർപാത്തിയൻ മലനിരകൾ ഏത് രാജ്യത്താണ്? റൊമാനിയ, സ്ലോവാക്യ, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ. പാത്തുമ്മയുടെ ആട് എന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. പാത്തുമ്മയുടെ ആട് എന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ത്രിപുര സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ത്രിപുര സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് രാജേന്ദ്ര പ്രസാദ്. ബുദ്ധൻ ആദ്യമായി മതപ്രഭാഷണം നടത്തിയ സാരാനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ബുദ്ധൻ ആദ്യമായി മതപ്രഭാഷണം നടത്തിയ സാരാനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. അൽമാട്ടി ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ. അൽമാട്ടി ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ. ഫത്തേപൂർ സിക്രിയുടെ കവാടം ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ കവാടം ബുലന്ദ് ദർവാസ. ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ലണ്ടൻ. ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ലണ്ടൻ. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വിവരശേഖരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം ബൈറ്റ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വിവരശേഖരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം ബൈറ്റ്. സമാധാന നോബൽ സമ്മാന ദാനം നടക്കുന്ന നഗരം ഓസ്ലോ. സമാധാന നോബൽ സമ്മാനദാനം നടക്കുന്ന നഗരം ഓസ്ലോ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ലോറസ് അവാർഡ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ലോറസ് അവാർഡ്. ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം രചിച്ചത് സോഫോക്ലീസ്. ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം രചിച്ചത് സോഫോക്ലീസ്. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഇസ്താംബൂൾ. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഇസ്താംബൂൾ. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി കെ കരുണാകരൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി കെ കരുണാകരൻ. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത് ബാബർ. ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത് ബാബർ. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ മരം റെഡ് വുഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരം റെഡ് വുഡ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട മാനുവൽ കോട്ട. മാനുവൽ കോട്ടയുടെ മറ്റുപേരുകൾ എന്തൊക്കെയാണ്? ആയക്കോട്ട, ആഴിക്കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ജിറാഫ്. കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ജിറാഫ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. കരയിലെ സസ്തനങ്ങളിൽ നീളത്തിൽ 2ാം സ്ഥാനമുള്ളത് ജിറാഫ്. കരയിലെ സസ്തനങ്ങളിൽ നീളത്തിൽ 2ാം സ്ഥാനമുള്ളത് ജിറാഫ്. ഏറ്റവും നീളമുള്ള പാമ്പ് റെറ്റിക്കുലേറ്റഡ് പൈതൺ. ഏറ്റവും നീളമുള്ള പാമ്പ് റെറ്റിക്കുലേറ്റഡ് പൈതൺ. കാഴ്ച കൊണ്ടല്ലാതെ വഴിയറിയുന്ന സസ്തനി വവ്വാൽ. കാഴ്ച കൊണ്ടല്ലാതെ വഴിയറിയുന്ന സസ്തനി വവ്വാൽ. കാശിയുടെ പുതിയ പേര് വാരണാസി. കാശിയുടെ പുതിയ പേര് വാരണാസി. ഭൂമിയുടെ സാങ്കല്പിക അക്ഷലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ്
സ്ഥിതി ചെയ്യുന്നത് 23.5 ഡിഗ്രി. ഭൂമിയുടെ സാങ്കല്പിക അക്ഷലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്? 23.5 ഡിഗ്രി. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവ്രീസ്. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവ്രീസ്. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ. ഏത് നഗരത്തിലാണ് ടൈംസ് സ്ക്വയർ? ന്യൂയോർക്ക്. ഏത് നഗരത്തിലാണ് ടൈംസ് സ്ക്വയർ? ന്യൂയോർക്ക്. ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ. ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഒച്ച്. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഒച്ച്. അവനവൻ ആത്മസുഖത്തിനാചരിപ്പവ പരന്നു സുഖത്തിനായി വരേണം ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. അവനവൻ ആത്മസുഖത്തിനാചരിപ്പവ പരന്നു സുഖത്തിനായി വരേണം ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. 2 ചൈനയിൽ എന്ന കൃതി രചിച്ചത് KM പണിക്കർ. 2 ചൈനയിൽ എന്ന കൃതി രചിച്ചത് KM പണിക്കർ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവിയ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവിയ. ഉറൂസ് ഏത് മതക്കാരുടെ ഒരു ആഘോഷമാണ്? ഇസ്ലാം. ഉറൂസ് ഏത് മതക്കാരുടെ ഒരു ആഘോഷമാണ്? ഇസ്ലാം. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം. ഇറ്റലി പ്രസ്ഥാനത്തെ നയിച്ചവർ ഗാരിബാൾഡിയും മസീനിയും. ഇറ്റലി പ്രസ്ഥാനത്തെ നയിച്ചവർ ഗാരിബാൾഡിയും മസീനിയും. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. എഡ്വിൻ അർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ്? ശ്രീബുദ്ധൻ. എഡ്വിൻ അർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ്? ശ്രീബുദ്ധൻ. ലഘുഭാസ്കര്യത്തിൻ്റെ കർത്താവ് ശങ്കരനാരായൺ. ലഘുഭാസ്കര്യത്തിൻ്റെ കർത്താവ് ശങ്കരനാരായൺ. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാന. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാന. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും എന്നതല്ല, രാജ്യത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാനാകും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും എന്നതല്ല, രാജ്യത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭ. ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭ. കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് സ്റ്റീഫൻ പാതുവ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് സ്റ്റീഫൻ പാതുവ. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ. മാവിൻ്റെ ജന്മദേശം ഇന്ത്യ. മാവിൻ്റെ ജന്മദേശം ഇന്ത്യ. ഭാരതരത്ന നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ബുദ്ധ ജൈന മതങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് BC 6-ാം ശതകത്തിൽ. ബുദ്ധ ജൈന മതങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് BC 6-ാം ശതകത്തിൽ. കരബദ്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കേ അമേരിക്ക. കരബദ്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കേ അമേരിക്ക. ക്ഷാരപദാർത്ഥങ്ങളിൽ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്ന് ഏതാകുന്നു? നീല. ക്ഷാരപദാർത്ഥങ്ങളിൽ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്ന് നീലയാകുന്നു. വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം ചാണക്യൻ. വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം ചാണക്യൻ. ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര് കോസ്മിക് ഇയർ.
ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര് കോസ്മിക് ഇയർ. ത്രിപുര സുന്ദരി ക്ഷേത്രം ഏത് സംസ്ഥാനത്ത്? ത്രിപുര. ത്രിപുര സുന്ദരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. ഗ്രീക്കുകാർ സാൻഡ്രോകോട്ടോസ് എന്ന പേര് ചന്ദ്രഗുപ്ത മൗര്യനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചത് എന്ന് ആദ്യമായി തെളിയിച്ചത് വില്യം ജോൺസ്. ഗ്രീക്കുകാർ സാൻഡ്രോകോട്ടോസ് എന്ന പേര് ചന്ദ്രഗുപ്ത മൗര്യനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചത് എന്ന് ആദ്യമായി തെളിയിച്ചത് വില്യം ജോൺസ്. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെട്ടത് ഫ്യൂജിയാമ. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെട്ടത് ഫ്യൂജിയാമ. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ യേശുദാസ്. ഗാനഗന്ധർവൻ യേശുദാസ്. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് മഹാരാജ മാണിക്യ ബഹദൂർ. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് മഹാരാജ മാണിക്യ ബഹദൂർ. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം അമ്പലവയൽ. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം അമ്പലവയൽ. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോകൻ്റെ. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോകൻ്റെ. കരഭാഗം മുഴുവൻ സനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയ. കരഭാഗം മുഴുവൻ സനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായത് വക്കം പുരുഷോത്തമൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായത് വക്കം പുരുഷോത്തമൻ. ത്രിമൂർത്തികൾ ആരെല്ലാം? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ത്രിമൂർത്തികൾ ആരെല്ലാം? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഏത് വൈസ്രോയിക്കാണ് 1090 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു. ഏത് വൈസ്രോയിക്കാണ് 1090 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു. കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ. കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു കേവലാർ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു കേവലാർ. ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് വെങ്കിടക്കോട്ട? കോട്ടയ്ക്കൽ. ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് വെങ്കിടക്കോട്ട? കോട്ടയ്ക്കൽ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദം. ദക്ഷിണധ്രുവം കണ്ടുപിടിച്ചത് അമുണ്ട്സെൻ. ദക്ഷിണധ്രുവം കണ്ടുപിടിച്ചത് അമുണ്ട്സെൻ. യുറേനിയത്തിൻ്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കർത്തീയം. യുറേനിയത്തിൻ്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കർത്തീയം. ഏത് വംശജരായിരുന്നു അടിമ സുൽത്താൻമാർ? തുർക്കി. ഏത് വംശജരായിരുന്നു അടിമ സുൽത്താൻമാർ? തുർക്കി. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ? യമുന. ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ? യമുന. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഏത് നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ? ബ്രഹ്മപുത്ര. ഏത് നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ? ബ്രഹ്മപുത്ര. ഏത് വർഗക്കാരുടെ ആക്രമണമാണ് ഗുപ്തഭരണത്തെ ക്ഷയിപ്പിച്ചത്? ഹൂണന്മാർ. ഏത് വർഗക്കാരുടെ ആക്രമണമാണ് ഗുപ്തഭരണത്തെ ക്ഷയിപ്പിച്ചത്? ഹൂണന്മാർ. ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് എവിടെയാണ്? ചണ്ഡീഗഡ്. ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് എവിടെയാണ്? ചണ്ഡീഗഡ്. ദക്ഷിണധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക. ദക്ഷിണധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് നിയമപരമായ അവകാശമാക്കിയ ആദ്യ രാജ്യം ഫിൻലാൻഡ്. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് നിയമപരമായ അവകാശമാക്കിയ ആദ്യ രാജ്യം ഫിൻലാൻഡ്. ദക്ഷിണ ചൈന കടൽ ഏത് ദ്വീപിൻ്റെ ഭാഗമാണ്? പസഫിക് സമുദ്രം. ദക്ഷിണ ചൈന കടൽ ഏത് ദ്വീപിൻ്റെ ഭാഗമാണ്? പസഫിക് സമുദ്രം. ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിക്കപ്പെടുന്നത് കോസി. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിക്കപ്പെടുന്നത് കോസി. ഇന്ത്യയിൽ നദിയിലുള്ള ഏറ്റവും നീളം കൂടിയ പാലമായ ഭുവൻ ഹസാരിക പാലം എവിടെയാണ്? അസം. ഇന്ത്യയിൽ നദിയിലുള്ള ഏറ്റവും നീളം കൂടിയ പാലമായ ഭുവൻ ഹസാരിക പാലം എവിടെയാണ്? അസം.
ഏതു രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തും മുമ്പ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? വി ഗിരി. ഏതു രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തും മുമ്പ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? വി ഗിരി. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപൂവ് രചിച്ചത്? ജൈനിമേട്. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപൂവ് രചിച്ചത്? ജൈനിമേട്. ഇന്ത്യയിൽ പാഴ്സികൾ ആദ്യമായി താവളമടിച്ച സ്ഥലം സജ്ജാം. ഇന്ത്യയിൽ പാഴ്സികൾ ആദ്യമായി താവളമടിച്ച സ്ഥലം സജ്ജാം. കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈൽ. കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈൽ. ഇന്ത്യയിൽ നിലക്കടല ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ജുനഗഡ്. ഇന്ത്യയിൽ നിലക്കടല ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ജുനഗഡ്. എല്ലാ രാഗങ്ങളിലും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗി. എല്ലാ രാഗങ്ങളിലും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗി. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ. കേക്കുകളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യം സ്കോട്ട്ലൻഡ്. കേക്കുകളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യം സ്കോട്ട്ലൻഡ്. ആദ്യ ഒളിമ്പിക് ഗെയിംസ് നടന്നത് BC 776. ആദ്യ ഒളിമ്പിക് ഗെയിംസ് നടന്നത് BC 776. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പാസ്സായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പാസ്സായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞ്. താങ്ക് യു.